ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അവൻ വിജേഷ്. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പം എന്തായാലും നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ക്രിയേറ്റീവ് ആണ്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് സീരീസാണോ മറ്റേ സർവൈവൽ സീരീസാണോ ഇഷ്ടമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ അതിൻ്റെ വീഡിയോസാണ് എനിക്ക് കൂടുതലിടുക. സർവൈവലോട് പോയിട്ടൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇടാം അതിൻ്റെ വീഡിയോസ്. നമ്മൾ വെള്ളം ജനറേറ്റ് ആവട്ടെ. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാത്തിക്കണം. കാരണം നമുക്ക് കുറച്ച് നേരം കാത്തുന്നാൽ മതി എന്തായാലും, അല്ലേ? പിന്നല്ല ഇപ്പനാവും ആവാറായിട്ടുണ്ട്. എന്താ വിൽ ബി ഡിറ്റക്റ്റഡ്, ദ കറന്റ് ക്യാരക്ടർ വിൽ ബി ഡിറ്റക്റ്റഡ്. അയ്യോ സ്റ്റീവാ, സ്റ്റീവിനെ കളഞ്ഞതല്ല, അതാ നിൽക്കുന്നു സ്റ്റീവ്. അലക്സിനെ ഇട്ടിറങ്ങി എനിക്ക് അറിയാൻ എങ്ങനെ കിട്ടുകയാണ്. ഉണ്ടാക്ക്. അപ്പം എന്തായാലും നമുക്ക് ഈ വേൾഡിലേക്ക് ജനറേറ്റ് ആവാം. കുറച്ച് ലീവെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ വരാം. അതെ വന്നു. നമ്മൾ വേൾഡിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ മോനെ ലഫനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോലം വെള്ളത്തിൽ നിങ്ങളുടെ ഗോലം വെള്ളത്തിൽ കൂടെ ചാവും. ഇപ്രാവശ്യം എന്താ ചാവാത്ത എനിക്ക് അറിയില്ല. ഇതാണെങ്കിൽ കുത്തലിക്കൊല്ലാട്ടെ. നമുക്ക് ക്രീപ്പറിന് വലുതാകട്ടെ. അങ്ങനെ കൊണ്ടുണ്ട്. നമ്മൾ വലിയ ഹാക്കറിൻ്റെ സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹാക്കറിൻ്റെ സ്കിൻ എടുത്തിരുന്നു. എനിക്കെന്താ അറിയില്ല. അപ്പം എന്തായാലും നമുക്കിത് നമ്മുടെ ഓട്ടോമാറ്റിക് ഡോറുണ്ട്. ഇവിടെ പ്ലേറ്റ് വെച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് വെയിറ്റ് വരുമ്പോൾ തുറക്കും, വെയിറ്റ് പോകുമ്പോൾ അടയും. അങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുള്ള സംഭവം ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ചെറിയൊരു ഗാർഡൻ പോലെ. ഇവിടെയാണ് ഞാൻ ഏകദേശം ഞാൻ പട്ടീനെ സ്പോൺ ചെയ്യാൻ പോകും കേട്ടോ. ഡോഗില്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചിട്ട് ഞാനൊക്കെ എങ്ങനെ ഹാക്കറിൻ്റെ ഈ സ്കിൻ എവിടുന്ന് കിട്ടി? മൈൻക്രാഫ്റ്റിൽ നിന്ന്. അതോ എങ്ങനെയാണ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷെ നിനക്ക് ലോക്കൽ അതൊക്കെ എന്താണെന്ന് അറിയില്ല. അത് എടുത്ത് തന്നാൽ മതി. നമുക്ക് അതിൻ്റെ നമ്മുടെ പട്ടികളെ ആദ്യം എടുത്ത് ഇരുപത്താൻ്റെ ആ സ്കിന്ന്. ഇതിനകത്ത് വോൾഫ് എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്കിൻ. കണ്ട ഈ സൈഡിൽ കാണാം ഹാക്കറിൻ്റെ വീഡിയോ അപ്ലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോദിച്ചു കാണിച്ചു തരാം. ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പട്ടീനെ വെക്കാൻ പുറത്ത് പോകാനൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. ഓട്ടോമാറ്റിക് പറഞ്ഞു ഈ പട്ടിക്കുഞ്ഞ് വലിയ പട്ടി ഇതിനൊക്കെ ടേം ചെയ്യാം. ഒക്കെ എങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പട്ടീൻ്റെ മരത്തിൻ്റെ മണ്ടയ്ക്ക് പോകാൻ വെള്ളത്തിൽ അതിൽ കുടയും. അതാണ് ഈ ശബ്ദം ഇങ്ങനെ കേട്ടൊന്നും എനിക്കറിയില്ല. കുട്ടന്മാരൊക്കെ എല്ലാം ഇവിടെയും കുറേ മരങ്ങളൊക്കെ നട്ടുണ്ട്. ഓരോ ടൈപ്പ് മരങ്ങൾ കേശിയുടെയും ഒരു കേജ് കെട്ടണം. അവിടെ നമുക്ക് നോക്കണം. അതിനെല്ലാം ടീം ചെയ്യാൻ എങ്ങനെ കാണിച്ചാൽ നിങ്ങൾ ബോൾ ഫസ്റ്റ് ബോൾ എടുക്കുക കേട്ടോ. ബോൾ ബോൾ എടുത്തുകൊണ്ട് ബോൺ ബ്ലോക്കാണ്. അതിൻ്റെയൊക്കെ ബ്ലോക്ക് ഉണ്ട്. ഇതാ ഇതിൻ്റെ ബ്ലോക്ക് അവിടെ ഉണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു ടീം എന്ന് പറഞ്ഞാൽ ബട്ടൺ വരും. ടീം ചെയ്യണം.
എനിക്കറിയില്ല വരുമോ, എന്തേലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇതാ ടീം ടീം ഞാൻ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാ സിറ്റ്, ഇത് സ്റ്റാൻഡ് ചെയ്യാൻ പറയട്ടെ. സ്റ്റാൻഡ് സിറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് സ്റ്റാൻഡ് സിറ്റ് അതിന് ബെൽറ്റ് വന്നിട്ടുണ്ട് അതിന് കഴുത്തിൽ. നമുക്ക് തന്നെ അതിനെ സിറ്റ് ചെയ്യാൻ പറയാം. സിറ്റിടാ കേട്ടോ ഇടുന്നു. ഈ കുട്ടീനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. കുട്ടിയൊന്ന് ഓടിപ്പോയിട്ട് ടീം നീ തനിക്ക് വേണോ? ആണോ? നീ പറഞ്ഞോടാ. കണ്ടിരുന്നു. എല്ലാത്തിനും നമ്മളിവിടെ ടേംഡ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും ആക്കിയിട്ടില്ല. ഇതിനെ ടേംഡ് ആക്കാണ്ട് ടീമുള്ള ബട്ടൺ അതിനെ ടേംഡ് ആക്കി. ഇതാ അതിനെ സിറ്റിക്കിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് ടേംഡ് ആക്കട്ടെ. മച്ചാനെ നമുക്ക് ഭക്ഷണം തരാട്ടാ. ഓടി നടന്നോട്ടാ. ഫുൾ ടേംഡ് ആയത്. അപ്പം എല്ലാത്തിനും നമ്മൾ ഇങ്ങനെ ടേംഡ് ആക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നോക്കി ഇനിയും കുറച്ച് പട്ടികളെ അവിടെ വയ്ക്കാം. നമുക്ക് കേജ് കെട്ടണം കേട്ടോ പട്ടിയുടെ. പിന്നെ കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. കണ്ട ബ്ലോക്ക് ഓഫ് ബോൺ ബ്ലോക്ക് അതെവിടെ കണ്ടിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫെൻസ് നമ്മൾ പണിയുന്ന കേജ് കൊണ്ടാണ്. അല്ല കേജ് ഉണ്ടാക്കണം നമ്മൾ ഫെൻസ് കൊണ്ടാണ്. ഓക്കിൻ്റെ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. ഓക്കല്ല ബ്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം അത്ര വലുതൊന്നും വേണ്ട. കാരണം ഒരു മേടിപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ അഴിച്ചു വിടാം, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാം, ഒക്കെ ചെയ്യാം. ഇത് അയലൻ്റെ ആയതുകൊണ്ട് സീൻ്റെ ഓടിപ്പോകുന്നില്ല. ഇനി കുറച്ച് പറ്റും. താനെന്താ പുറത്തായിട്ടാണ്? കുറച്ചുണ്ട്. ചിലതിന് ദേഷ്യം വന്നു. ദേഷ്യം വരുന്നില്ല. അവര് ശ്വാസമൊക്കെ വലിക്കുന്ന അല്ല, ദേഷ്യം വരുന്നില്ല. അല്ലടാ എന്റെ കണ്ണൊക്കെ ചോന്നു. കഴുത്തല്ലടാ. എവിടെ ശബ്ദം കണ്ട? എന്താ പറഞ്ഞ വൂൾഫ്? അത് എന്താണോ ഒരു പിടിയില്ല കേട്ടോ. ഒരു സമയം വരുമ്പോൾ ചീത്തയാവുണ്ട് തോന്നുന്നു അല്ലേ? അപ്പൊ തൻ്റെ സ്പൂണാക്കിയത് ഇവന്മാര് പെരട്ടയാലേ. ഇപ്പോഴാണ് മനസ്സിലായി. അല്ല ഇടയ്ക്കിടയ്ക്ക് ആവൂല, ചിലപ്പോൾ നിൽക്കും. നമ്മൾ ആരെങ്കിലും അടിച്ചാൽ മാത്രമേ വരുള്ളൂ. അല്ല അപ്പൊ അത് നമ്മൾ കൂട്ടിലിട്ടുണ്ടോ തോന്നുന്നു അല്ലേ? കൂട്ടിലല്ലാണ്ട് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വന്ന് ഗൈസ്. ഇത് കുറച്ച് സീനാവണം ഗൈസ്. കുറച്ച് ഇതാരെങ്കിലും അടിച്ചാൽ മതി. ഇതിങ്ങനെ ദേഷ്യം വരണ്ടേ. നിനക്ക് ദേഷ്യം പോയി. ചിലതിനൊക്കെ ദേഷ്യം വരും കേട്ടോ. ദേഷ്യം ഒന്ന് കുറച്ച് അതിൻ്റെ പൂവുള്ളോ മേടിക്കണ്ടേ. അത് ആരെങ്കിലും അടിച്ചാൽ മതിടാ. നമുക്ക് പട്ടികൾക്ക് ഗോലം അടിച്ചിണ്ടാവും. അടിച്ചാൽ മാത്രം അങ്ങനെ അവന് ദേഷ്യം വരുള്ളൂ. അത് ഞാൻ ഫസ്റ്റ് തന്നെ സ്പൂണാക്കിയത് കേജിനുള്ളിലല്ലേ, പിന്നെ ഇങ്ങനെ അടിക്കുക. അതല്ല പുറത്തത്തെ ഒരെണ്ണത്തിന് ദേഷ്യം വന്നത് ഗോലം അടിച്ചാരനായിരിക്കും. ഉള്ളത്തേന് ദേഷ്യം വന്നു. അപ്പം തന്നെ ഇതിൻ്റെ പാർട്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഈ വീഡിയോ ഉണ്ടാക്കിയ ഐലൻഡ് ആണോ ഇത്? നമ്മുടെ മറ്റേ ഐലൻഡ് ഇല്ലേ? അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആണ് വൂൾഫ് ഡ്രൗണ്ട്. നമ്മുടെ ഒരു വൂൾഫ് ചത്തു, മുങ്ങിച്ചത്തു. കണ്ട വൂൾഫ് ഡ്രൗണ്ട്. അതിനെ ഒന്ന് ടേം ചെയ്യാത്ത കാരണമായിരിക്കും.
അതന്നെ നമുക്ക് ടൈം ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.